ചേച്ചി ഇന്ന് പതിവിൽ കൂടുതൽ സന്തോഷവതിയാണല്ലോ, എന്ത് പറ്റി? അറിഞ്ഞില്ല. ഞങ്ങളുടെ സ്വന്തം CP അണ്ണൻ ഇപ്പൊ ആരാ? ഉപരാഷ്ട്രപതിയാണ്. ഞങ്ങളുടെ സ്വന്തം എങ്ങനെ? തമിഴ്നാട്ടുകാരുടെ സ്വന്തം അല്ലേ? തമിഴ്നാട്ടുകാരുടെ അല്ല, ഇവിടെ കേരളത്തിന്റെ പ്രഭാരിയായിരുന്നു 20 മുതൽ 22 വരെ. ഞാനന്ന് മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്. CP അണ്ണൻ എന്ന് പറയാൻ പ്രത്യേക കാര്യമുണ്ട്, കാം ആൻഡ് പൊളൈറ്റ്. പിന്നെ രാധാകൃഷ്ണൻജിന്ന് നമ്മുടെ ബഹുമാനത്തിന് പറയാം. ഇങ്ങനൊരു മനുഷ്യൻ, ഒരു അഹങ്കാരോ അഹന്തയോ ഒന്നുമില്ല, കണ്ണുകളിൽ കാണുന്നൊരു ശാന്തതയുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സന്യാസി തുല്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹത്തിനെ മോഡി കോട്ടോ അല്ലെങ്കിൽ കോട്ടോ സൂട്ടോ അങ്ങനെയൊന്നും ഒട്ട് കണ്ടിട്ടില്ല. 2 പ്രാവശ്യം MP ആയിരുന്നു, എലക്റ്റഡ് MP ഫ്രം കോയമ്പത്തൂർ. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ്, 7 നിയോജക മണ്ഡലങ്ങൾ ചേർന്നിട്ടാണ് ഒരു MP. ഒരു മിനിറ്റ്, പ്രേക്ഷകർ താരെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഏറ്റവും ഉന്നതമായ 2ാമത്തെ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണനെ ഞങ്ങളുടെ സ്വന്തം CP അണ്ണനെ കുറിച്ചാണ് പറയുന്നത്. CP രാധാകൃഷ്ണൻ ജി എന്നൊക്കെ അത് സിനുജി പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്വന്തം CP അണ്ണൻ. എത്ര തിരക്കില്ല ഞാൻ പരിചയപ്പെടുന്ന 2020 ഞങ്ങളുടെ പ്രഭാരിയായിട്ട് വരുമ്പോഴാണ് പരിചയപ്പെടുന്നത്. നല്ല പൊക്കുണ്ട് കേട്ടോ. ഇപ്പം 10-68 വയസ്സുണ്ടാവില്ല അദ്ദേഹത്തിന്. ഒരു വളവോ ഇതൊന്നുമില്ല, നല്ല നീറ്റായിട്ട് നടന്നൊരു പഴയ RSS ശാഖയിൽ പോയിട്ട് ആ ഒരു പ്രൗഢിയും അങ്ങനത്തെ ഒരു പോസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ. നല്ല മുണ്ട്, ഒരു ജുബ്ബ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അദ്ദേഹം കയർ ബോർഡിൻ്റെ ചെയർമാൻ 2016. അപ്പോൾ ഇപ്പം ഞാനിരിക്കുന്ന കൗൺസിലായിട്ടിരിക്കുന്ന ഡിവിഷനിലാണ് കയർ ബോർഡ്. അതുപോലെ തന്നെ നമ്മളുടെ BJP ഓഫീസും അവിടെ തന്നെയാണ്. അദ്ദേഹം നമ്മളുടെ ഇതായിട്ട് വരുമ്പോൾ എല്ലാവരും വിളിച്ചു ചേർത്തിട്ട് പരിചയപ്പെടാനൊക്കെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് പത്മജ എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്. അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദം എന്ന് പറയും. സൗഹൃദം എന്നല്ല, ഒരു തങ്കച്ചി ഒരു അണ്ണനോട് എങ്ങനെ പറയുന്നു എന്നുള്ള പോലെ എന്ത് എഴുതി അയച്ചാലും, നമ്പർ മാറിയിട്ടേ ഇല്ല കേട്ടോ അദ്ദേഹം. അതിനൊട്ടന്നെ മറുപടി 2 മണിക്കൂറിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കുമ്പോൾ CP രാധാകൃഷ്ണൻജിയുടെ മറുപടി ആയിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് ടേബിൾ ടെന്നീസിൻ്റെ എന്തോ എഴുതി വെച്ചപ്പോൾ അത് പറഞ്ഞപ്പോഴും ഓർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ് ഇന്നലെ TV കൂടെ കേട്ടപ്പോൾ അദ്ദേഹം ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ചുമ്മയല്ല അന്നെ തങ്കച്ചിയോട് ഇഷ്ടമായിരുന്നു. ഞാനൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി എഴുതി അയച്ചിരിക്കുകയാണ്, കീപ്പ് അപ്പ് ദ ഹാർഡ് വർക്ക്, ദ സക്സസ് വിൽ ബി യുവേഴ്സ്. അത്രയൊക്കെ ആലോചിച്ചൊക്കെ എഴുതാനായിട്ട് ഗവർണർ പദവിയിൽ ഇരിക്കുകയാണ് അദ്ദേഹം ആ സമയത്ത് മഹാരാഷ്ട്രയുടെ. നമ്മൾ ചുമ്മാ എന്തെങ്കിലും അയച്ചാൽ ഒരു കയ്യോ ഒരു ഇമോജി നമ്മൾ തിരിച്ചയക്കും. ചിലപ്പോൾ കണ്ടു എന്നുള്ളതിന് ബ്ലൂ ടിക്ക് കാണും, അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഓരോന്നിനും കൃത്യമായ മറുപടി എഴുതി അയക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ സിനുജിക്ക് അറിയോ, അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് MK പിള്ള എന്നും പറഞ്ഞ് തൃക്കാക്കര എന്നുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ നമുക്ക് നല്ല ആക്സസിബിലിറ്റി ഉണ്ട്. കോയർ ബോർഡിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഡൽഹിയിൽ അവിടെയുണ്ട്. പഹൽഗാമിൽ മരിച്ച രാമേന്ദ്രൻ ചേട്ടൻ, ഇദ്ദേഹം തമിഴ്നാടുകാരനാണെന്ന് പറയുന്നു. മഹാരാഷ്ട്ര ഗവർണറായിട്ട് ഇരിക്കുന്ന സമയത്താണ് ആ അത്യാഹിതം ഉണ്ടായത്. അദ്ദേഹം വന്ന് എന്നെ വിളിച്ചു, പത്മജി ഞാൻ വരുന്നുണ്ട് എടപ്പള്ളിയിൽ, വരാൻ സൗകര്യപ്പെടുമോ? അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്താ ജി പറയണത്? ഞാൻ അവിടെ പറഞ്ഞ സമയത്ത് തന്നെ എത്തി, കുറച്ച് നേരം മുമ്പേ എത്തി. അപ്പം ഇങ്ങനെ VVIPs ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഓരോ മരിച്ച് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇതിന് വേണ്ടി മാത്രം വന്നതാ. അദ്ദേഹത്തിന് എന്ത് കാര്യം? അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അദ്ദേഹം മലയാളിയല്ല, മഹാരാഷ്ട്ര ഗവർണറായിട്ടിരിക്കുന്ന അദ്ദേഹം വന്നു. കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട്. കുറേ നേരം സംസാരിച്ചു. സിനുജിക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല കുറച്ച് നേരം. ഞാൻ പറഞ്ഞു, പ്രോട്ടോകോൾ ലംഘനമാണോ എന്ന് അറിഞ്ഞൂടാ, 2 വാക്ക് എന്നെ പറയാൻ അനുവദിക്കാമോ? എന്താ പത്മജി പറയണത്? പേശുങ്കോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടി കരഞ്ഞില്ല, അച്ഛൻ്റെ മരണം മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ് കരഞ്ഞില്ല എന്നും പറഞ്ഞ് എന്ത് സോഷ്യൽ മീഡിയ അറ്റാക്കാനുണ്ടായതെന്ന് ജിക്ക് അറിയാമോ? ഇത്രമാത്രം ആത്മസംയമനത്തോടെ ഒരു പെൺകുട്ടിക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളത്. ആ കുട്ടിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വന്നിരുന്നെങ്കിൽ അന്ന് കേരളം കത്തിയേനെ. അപ്പോൾ ആ കുട്ടി കാണിച്ച ആ ധൈര്യം ആണ്, അല്ലെങ്കിൽ ഒരു ജനങ്ങളിൽ തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ കുടുംബം ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നല്ല സ്ഥൈര്യതയോടെ നിന്ന് പറഞ്ഞ കുട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചാമ്പി. അവളുടെ അച്ഛൻ തന്നെയല്ലേ മരിച്ചത്, അവൾ കരയാത്ത എന്താണ്, എന്തൊരു മോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആ കുടുംബത്തിനോട് അദ്ദേഹം അന്ന് കാണിച്ച സ്നേഹം, സ്വന്തം മകനെയും മകളെയും സ്വന്തം അനിയത്തെയും ചേർത്ത് പിടിക്കുന്ന പോലെ അദ്ദേഹം വളരെ നിർമ്മലമായ ഭാഷയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കാം ആൻഡ് പൊളൈറ്റ് എന്നാണ് ഞങ്ങൾ CP സാറിന് ഇട്ടിരിക്കുന്ന ആ അക്ഷരങ്ങളുടെ വികസിപ്പിച്ച രൂപം. ഒരു ബഹളമില്ല,
ഒരു രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ചൂട് വരുന്ന അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന് അതൊന്നുമില്ല. പൊളൈറ്റാണ്. സിനൂജിയോടാവട്ടെ, നമ്മുടെ പ്രശാന്തനോടാവട്ടെ, എന്നോടാവട്ടെ ഒരേ പൊളൈറ്റ്നെസ്സിൽ. ഇപ്പോൾ സിനൂജി വിചാരിക്കൂ, സിനൂജി അദ്ദേഹത്തിനെ കാണാൻ ചെല്ലണു. സിനൂജി ചെന്ന് പുറകെ ഞാൻ വരുന്നു, ഞാൻ കൗൺസിലറാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സിനൂജി സാധാരണ ഒരു മാധ്യമ പ്രവർത്തകൻ. അപ്പോൾ PA പറയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം പത്മജ ആരെങ്കിലും എടുത്തു വിടുന്നു. അതില്ല. വേണമെങ്കിൽ എന്നെ ഉള്ളിലേ വിളിക്കുമായിരിക്കും, പക്ഷേ സംസാരിക്കുന്നത് സിനൂജിയോടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ അദ്ദേഹം പ്രഭാരിയായിരുന്ന സമയത്ത് ഹിന്ദുക്കളൊന്നുമില്ല, RSSകാരൻ. അദ്ദേഹം RSSൽ നിന്ന് വന്ന ആളാണ്. ജനസംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് ജനസംഘത്തിന്റെ തമിഴ്നാട്ടിലെ പ്രസിഡന്റായിരുന്നു ജനസംഘത്തിന്റെ. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വലിയ വേരോട്ടം ഇല്ലാത്ത സമയത്ത് 2 പ്രാവശ്യം BJPയുടെ കാൻഡിഡേറ്റായിട്ട് MP ആയി. ലോകസഭയിൽ MP ആയി. 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇതൊക്കെ വല്ലവരുടെയും കാശ് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹം വരുന്നത് തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് കേട്ടൊരു കഥയെ, അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയായിരിക്കുന്ന സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിനായിട്ടോ മറ്റോ കേരളത്തിലേക്ക് വരുന്നു. അന്ന് സ്വന്തം അംബാസഡർക്കാരല്ല വന്നത്. ആ വന്ന സമയത്ത് അംബാസഡർക്കാരന് പണിയായി, കേടുപറ്റി. അപ്പോൾ അത് നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ 1.25 ലക്ഷം രൂപയായി. സ്വാഭാവികമായിട്ടും ഇലക്ഷന്റെ പ്രവർത്തനത്തിന് അനുകൂലമായിട്ട് നടന്ന സമയത്തായതുകൊണ്ട് BJP ഓഫീസിൽ ആ പൈസ അനുവദിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം ബ്ലാങ്ക് ചെക്ക് എഴുതി തിരിച്ച് പാർട്ടി ഫണ്ടിലേക്ക് ഇത്രയും പൈസ തിരിച്ചു കൊടുത്തു. അപ്പം സ്വന്തം കയ്യിൽ നിന്ന് പൈസ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇടയ്ക്ക് ഞാൻ കേട്ട കാര്യമാണ്, അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അദ്ദേഹം ഒരു പൈസ പോലും പാർട്ടിയിൽ നിന്ന് മേടിച്ചിട്ടില്ല. അദ്ദേഹം ആസ്തിയുള്ളൊരു കുടുംബത്തിൽ നിന്നാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും തൻ്റെ പ്രോപ്പർട്ടി എടുത്ത് വിറ്റിട്ടാണ് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് മനസ്സിലാവും. ഞാൻ ആരുടെയും കാശിൽ ജീവിക്കുന്ന ആളല്ല. എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ പാർട്ടിയെയും നമ്മളുടെ ജനങ്ങളെയും സേവിക്കുന്നുവെന്ന്. എവിടെ പോയാലും ഒരു തലയെടുപ്പുള്ള ഉപരാഷ്ട്രപതിയാണ് ഭാരതത്തിന് കിട്ടിയിരിക്കുന്നത് അല്ലേ. അദ്ദേഹം ഇവിടെ പ്രഭാരിയായിരുന്ന സമയത്ത് എല്ലാ മതസ്ഥരെയും പോയി കാണും കേട്ടോ. മുസ്ലിം നേതാക്കന്മാരെ കാണും, മോസ്കുകളിൽ പോകും, പള്ളികളിൽ പോകും, അവിടെയുള്ള എല്ലാ വൈദികന്മാരെയും ബിഷപ്പുമാരെയും കാണും. നമുക്കിവിടെ ആദ്യമായിട്ട് കാത്തോലിക്ക ബാവയുണ്ടായി. വിളിച്ചു എന്നെ അവിടെ നിന്ന്, എനിക്ക് കാണണമല്ലോ. അദ്ദേഹത്തിൻ്റെ സമയം എപ്പോഴാണ്, കത്തോലിക്ക ബാവയുടെ സമയം എപ്പോഴാണ്, ഏത് ദിവസമാണ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ടിരിക്കുക, ആ ദിവസം ഞാൻ അവിടെ വരും. മഹാരാഷ്ട്ര ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അന്ന് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളിവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ എളിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചോദിച്ചത് എന്ന് ഞാൻ വരണം, എപ്പോഴായിരിക്കും താങ്കൾക്ക് സൗകര്യം. അവിടെ വന്ന് കണ്ടു, അദ്ദേഹവുമായിട്ട് നല്ലോണം സംസാരിച്ച് രാഷ്ട്രീയം പറയുകയില്ല. അത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ രാമചന്ദ്രൻ സാറിൻ്റെ ഫാമിലിക്ക് 5000 രൂപ 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നാണ്, അല്ലാണ്ട് ഗവൺമെൻറ്റിൽ നിന്നല്ല. ഒരു സ്വന്തം തങ്കച്ചിക്കും കുട്ടികൾക്കും വേണ്ടി. അത് വലിയ തുക അല്ലാന്തോ 5 ലക്ഷമോ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അത് അയച്ചു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് മുമ്പിലാണ് നമ്മൾ പ്രണമിക്കുന്നത്. അങ്ങനെയുള്ള ആളെയാണ് നമുക്ക് ഉപരാഷ്ട്രപതിയായിട്ട് വേണ്ടതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ പരമോന്നതമായ 2ാമത്തെ പദവിയിലേക്ക് എത്തിയ CP രാധാകൃഷ്ണൻ മലയാളികളുടെ കൂടെ അണ്ണനാണെന്ന് പറഞ്ഞു വെക്കാം. അണ്ണൻ മാത്രമല്ല കേട്ടോ, മലയാളികളെ മാത്രമല്ല, മലയാളത്തിൽ നന്നായി സംസാരിക്കുകയും ചെയ്യും അദ്ദേഹം. കാരണം 2016 മുതൽ അദ്ദേഹം കോയർ ബോർഡിലൊക്കെ ഉണ്ടല്ലോ, നന്നായി സംസാരിക്കും. മലയാളികൾക്കും ബാക്കി മണിപ്പൂർ മുതൽ കാശ്മീർ മുതൽ കേരളം വരെയുള്ള എല്ലാവരുടെയും അണ്ണൻ തന്നെയാണ്.